ചില കാര്യങ്ങൾക്ക് കൂടി നമുക്ക് മറുപടി കിട്ടാനുണ്ടല്ലോ. ഇന്ന് ഷോപ്പിയാനിൽ 3 ഭീകരരെ വെടിവെച്ചു കൊന്നു. പക്ഷേ അത് ഈ പെഹൽഗാം ആക്രമണവുമായി നേരിട്ട് ബന്ധമുള്ള ഒരാളല്ല, അതിൽ ഒരാൾ സഹായം നൽകിയിരുന്നയാളാണെന്ന് പറയുന്നു. പക്ഷേ ഇതിൽ ഈ ആളുകളെ തോക്കിൻ മുനയിൽ നിർത്തി വെടിവെച്ചു കൊന്ന ആ ഭീകരർ എവിടെയെന്ന ചോദ്യത്തിന് നമുക്ക് മറുപടി വേണമല്ലോ. കൂടാതെ ഒരു ഇന്റലിജൻസ് സുരക്ഷ എന്നുള്ളത് അതിനും മറുപടി കിട്ടേണ്ടുന്ന വിഷയമല്ലേ നിർമ്മൽ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ യുദ്ധത്തിൽ പൂർണ്ണമായിട്ട് വിജയം ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ TRF-ന്റെ തീവ്രവാദികളെ കണ്ടെത്തിയേ മതിയാവും. അതിനുള്ള ചലഞ്ചസ് ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം നാച്ചുറലി ഇവര് പെർസോണയൊക്കെ മാറ്റി, രൂപവും ഭാവവും മാറ്റി, താടിയും മുടിയും വെട്ടി അവരെ ലോക്കൽ ക്രൗഡിന്റെ ഇടയിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നോക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അവിടുന്ന് ലോക്കൽ സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒത്തിരി സാധ്യതകളുണ്ട്. അതുകൊണ്ട് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഡിപ്ലോമാറ്റിക്കലി ഒരു വിജയമാണ്. കാരണം അവരെ കണ്ടെത്തി ഇന്ററോഗേറ്റ് ചെയ്ത് അവരുടെ ടെസ്റ്റിമോണി മേടിച്ച് അവരുടെ വെപ്പൺസ് അവരുടെ മിലിറ്ററി ശ്യാംരാജ്, ഒരൊറ്റ യെസ് ഓർ നോയിൽ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇതിൽ മറുപടി വരും ദിവസങ്ങളിലൊക്കെ BJP അല്ലെങ്കിൽ കേന്ദ്രം നൽകുമോ? ഈ പറഞ്ഞ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടത്, ഭീകരരെവിടെ, മറ്റൊന്ന് സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ടോ? അല്ല, ഇതിനകത്ത് തുടക്കം മുതലേ തന്നെ ഞാൻ പറഞ്ഞു, സുരക്ഷാ വീഴ്ച എവിടെ ഉണ്ടായി? നിങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ മൊത്തം ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഭീകരവാദാക്രമണങ്ങളുടെ കണക്കൊന്നും എടുക്കില്ല. ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം 3 ദിവസം കഴിയുമ്പോൾ ആക്രമണം നടന്നു. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ കശ്മീർ യാത്ര ക്യാൻസൽ ചെയ്തു. ഇതൊക്കെ പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതിലൊക്കെ ഒരു കൃത്യത വരുത്തുമോ എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അത് പ്രതിപക്ഷം ഉന്നയിക്കുന്നതാണ്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന നുണകൾക്കൊക്കെ ഞങ്ങൾ ഉത്തരം പറയേണ്ട ആവശ്യമുണ്ട്. അതൊന്നും ഒരു ആവശ്യമില്ല. നിങ്ങൾ കഴിഞ്ഞ 10-20 വർഷത്തിനകത്ത് ഈ രാജ്യത്തുണ്ടായിട്ടുള്ള ഭീകരവാദാക്രമണം എടുത്തു. BJP വന്നതിന് ശേഷം ജമ്മു കാശ്മീർ പ്രദേശത്ത് അല്ലാതെ ഈ രാജ്യത്തിന്റെ മറ്റെവിടെയെങ്കിലും ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ടോ? ജമ്മു കാശ്മീർ ഒരിടത്തുണ്ടായി അടിച്ചില്ലാതാക്കിയിട്ടുണ്ട്. നമ്മള് തീവ്രവാദികളെ വീട്ടിൽ കയറി നമ്മൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ മൻമോഹൻ സിംഗ് ചെയ്തെന്താണ്? ശരി, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. വളരെ നന്ദി ശ്യാംരാജ്, അഡ്വക്കേറ്റ് VR അനൂപ്, നിർമ്മല എബ്രഹാം ചർച്ചയിൽ പങ്കെടുത്തത്.